എത്ര ചേട്ടാ? 200. വാ മഞ്ചാടി. വാ മഞ്ചാടി, ഇത് നമ്മുടെ വീടാ. എൻ്റെ അച്ഛനും അമ്മയും നമ്മളെ കൈവിടില്ല. വാ. വാ. അവിടെ നിൽക്കേ. നീ എവിടെയായിരുന്നു ഇതുവരെ? ആരാ ഇത്? നീ ഇവിടുന്ന് തനിച്ചായിരുന്നല്ലോ പോയത്. തിരിച്ചു വരുമ്പം ഒരു പെണ്ണ് കൂടെ ഉണ്ടാവുമെന്ന് പോകുമ്പോ പറഞ്ഞിരുന്നില്ലല്ലോ. അമ്മേ, മഞ്ചാടിയും അച്ഛനും അമ്മയ്ക്കും അറിയാലോ, ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. ചില പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നു. ഓഹോ, വിവാഹം കഴിച്ചിട്ടാണോ വന്നത്? കൊള്ളാം. അപ്പോ ഇങ്ങനെ വന്നാ പോരല്ലോ. ആരതി എടുത്ത് സ്വീകരിക്കേണ്ടേ രജനി ഇവരെ? അതിനെന്താ, ആരതി എടുത്ത് തന്നെ സ്വീകരിക്കാം. പക്ഷെ ഇവർ കല്യാണം കഴിച്ചാണെന്നതിനെ എന്തെങ്കിലും തെളിവ് വേണ്ട ചേട്ടാ? അത് വേണം. ഇവന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കാറുള്ള നമ്മളോടൊരു വാക്ക് ചോദിക്കാതെയല്ലേ ഇവൻ ഇങ്ങനെ ചെയ്തത്. നിന്റെ വീട്ടുകാരോട് നീ സമ്മതം ചോദിച്ചായിരുന്നോ മഞ്ചാടി? ഇല്ല, അവർക്കെല്ലാം അറിയായിരുന്നു. എന്റെ വീട്ടുകാർ ഞങ്ങളെ പിരിക്കുമെന്ന് തോന്നിയപ്പോഴാ ഞങ്ങൾക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും പിറകെ നടന്ന് അവര് ഞങ്ങളെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാച്ചാ. ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്, കൈവിടരുത്. നീ ഞങ്ങളെ മകന്റെ ഭാര്യയായിട്ടാ വന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നിന്നെ കൈവിടില്ല മോളെ. രജനി, ആരതി എടുത്തിട്ട് വാ. ആരതി എടുക്കാം. അതിനു മുമ്പ് മഞ്ചാടി മോളുടെ കഴുത്തില് എന്റെ മോൻ കെട്ടിയ താലി ഒന്ന് കാണിക്ക്. എവിടെ? മോളുടെ കഴുത്തിലെ താലി അമ്മ കാണട്ടെ. എന്താ, താലി കെട്ടിയില്ലേ? ഇല്ലച്ചാ, ഞങ്ങൾ പുഴക്കര ക്ഷേത്രത്തിൽ പോയി പരസ്പരം മാല ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കല്യാണാവോ ജീവ? പണ്ട് ചെറിയ കുട്ടികള് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോ തൊടിയിൽ നിന്ന് പൂ പറിച്ച് മാല കെട്ടി കഴുത്തിലിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറയും. അതിനെ കുട്ടികളിയായിട്ട് മാത്രമേ ആരും കാണൂ. ഇതങ്ങനെയാണോ അച്ഛാ? ഞങ്ങൾ മുതിർന്ന കുട്ടികളല്ലേ, വിവാഹപ്രായമായവരല്ലേ. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാച്ച. ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങള് മാത്രം വിശ്വസിച്ചോണ്ടായില്ല മോളെ. നിന്നെ ഇതുവരെ സ്നേഹിച്ചു വളർത്തിയ നിന്റെ അച്ഛനും സഹോദരിമാരും കൂടി ഇത് അംഗീകരിക്കണം. അതെ, താലിയും മാലയും ഒന്നും വേണ്ട. മോളുടെ അച്ഛൻ അനന്തമാഷ് ഈ കല്യാണം ശരി വെച്ചു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞങ്ങൾ 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. അത് നടക്കില്ല അച്ഛാ. ഞങ്ങൾ മഞ്ചാടിയുടെ വീട്ടുകാരെ പേടിച്ച് നടക്കുന്നത്. അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത്. ഇനി നിങ്ങളോട് കൈവിട്ട എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ നീ ഒരു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോ ചിന്തിക്കണമായിരുന്നടാ. അനന്തൻ മാഷിന്റെ മകളെ വിളിച്ചുകൊണ്ടുവരാൻ എന്തു യോഗ്യതയാടാ നിനക്കുള്ളത്? ആ മനുഷ്യന്റെ ഔദാര്യം കൊണ്ട് ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനല്ലേ നീ? നീ ചെയ്തത് മഹാപാപ. ഒരു പാപവും ഇല്ലമ്മേ. ജീവനെ രക്ഷിച്ചത് ഞാനാ. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയ എന്റെ അച്ഛൻ കേസ് പിൻവലിക്കാൻ തയ്യാറായത്. എനിക്കിഷ്ടപ്പെട്ട ആളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ വേറെ ആരുമല്ല. എന്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത ജീവനും, ജീവന്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാ ജീവൻ എന്നോട് പറഞ്ഞ. പക്ഷെ അതെന്റെ അച്ഛനോടുള്ള ഇഷ്ടമാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായ. ജീവ വാ, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം.